ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ഫ്രഷ് പേപ്പർ തുടങ്ങാൻ പോവാണ് നമ്മുടെ ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 4 ബ്ലോക്ക് ആയിട്ടുള്ളത്. അതിൽ ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണെന്നുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 1 നമ്മൾ ഇതിലേക്കുള്ള ഫംഗ്ഷൻസിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് ബ്ലോക്ക് മുതലാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ മേജർ ടോപ്പിക് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബ്ലോക്ക് 1 ഫസ്റ്റ് ബ്ലോക്കിന്റെ പേരാണ് ഫംഗ്ഷൻസ് ഓഫ് 2 or 3 വേരിയബിൾ. അതായത് ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് ആദ്യം പഠിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ആദ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ R2 R3 എന്ന് പറയുന്ന ഡൊമൈൻസ്, പിന്നെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള ഇതിന്റെ ഡൊമൈൻസ് ഡിഫൈൻ ചെയ്യും, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, ഡെറിവേറ്റീവ്സ്, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ടോപ്പിക്കിന്റെ പേരിൽ തന്നെ തുടങ്ങാം. ഈ പേപ്പറിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ? വാട്ട് യു മീൻ ബൈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നമുക്ക് ആ പേരിന്റെ ഇടയിൽ കൂടി തന്നെ വായിക്കാം. വാട്ട് ഈസ് ആൻ ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ നമ്മൾ +2 ഒക്കെ പഠിച്ച് ക്ലാസ് ഒക്കെ പഠിച്ച് വന്നേക്കുക. എന്താണ് ഇക്വേഷൻ ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കും? ഒന്നുമില്ല, ഈക്വൽ ടു സൈൻ ഉള്ള ഒരു ആൽജിബ്രായിക് ഫോം ആണ് ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ 2x + y = 4 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ ഇക്വേഷനാ. 4/2 = 2 ഇക്വേഷൻ അഗെയിൻ. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ ഉണ്ടാവണം. അപ്പൊ എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോ ഡെറിവേറ്റീവ് ടേംസ് ഉള്ള ഇക്വേഷൻസ്. അപ്പൊ എന്താ ഡെറിവേറ്റീവ് ടേംസ് എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ എന്താ ഡെറിവേറ്റീവ് എന്ന് അറിയണം. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഡെറിവേറ്റീവ് എന്ന് ഇപ്പൊ +2 എല്ലാം കഴിഞ്ഞ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? എന്താണ് ഡെറിവേറ്റീവ് എന്ന്? വാട്ട് ഡു യു മീൻ ബൈ ഡെറിവേറ്റീവ്? അപ്പൊ നമ്മൾ പലരും പറയും sin x ന്റെ ഡെറിവേറ്റീവ് cos x, x² ഡെറിവേറ്റീവ് 2x എന്ന് പറഞ്ഞ് പറയും. പക്ഷെ സിമ്പിൾ ആയിട്ട് എന്താണ് ഡെറിവേറ്റീവ്? ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് dy/dx എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള dy/dx, d²y/dx² അങ്ങനെയുള്ള ടേംസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയാ. മനസ്സിലായല്ലോ? അപ്പോ ഇപ്പൊ ഇങ്ങനെയുള്ള ടേംസിന് അപ്പൊ ഡെറിവേറ്റീവ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എല്ലാവരും ചോദിക്കും എന്താ ഡെറിവേറ്റീവ് സിമ്പിൾ ആയിട്ട് വെച്ച് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവിന്റെ ഒരു കൈൻഡ് ഓഫ് പഠനം പറയുന്നുണ്ട്. ഡെറിവേറ്റീവ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. അപ്പൊ ഒന്നും അറിയാത്തവര്, ഈ മാത്സ് ഒന്നും അറിയാത്തവരെ എപ്പോഴും പറയും ഈ മാത്സിന്റെ ഡെറിവേറ്റീവ് ഒക്കെ പഠിച്ചിട്ട് എന്തിനാണ്? sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണെന്ന് പറയുന്നു, log x ന്റെ 1/x ആണ്. ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ? അവർ ചോദിക്കും ഇവർക്ക് എന്തിനാ പഠിക്കുന്നത്? ലിറ്ററലി ഇതുകൊണ്ട് എന്താ നമ്മുടെ ഉപയോഗം എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. മാത്സിനെ പറ്റി അറിയാവുന്ന നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ അതിന്റെ യൂസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കണം. അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെറിവേറ്റീവിന്റെ മീനിങ് എന്ന് വെച്ചാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. dy/dx എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ അത് നമുക്ക് ഒരു കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള, നമുക്ക് റിയൽ ലൈഫിൽ കാണുന്ന കുറച്ച് എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? നമ്മൾ ഈ സാധാ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ നമ്മൾ ഫിസിക്സിൽ വെലോസിറ്റി പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാൻ വിചാരിക്കുക. ഡിസ്റ്റൻസ് x ആണെന്ന് വിചാരിക്കുക. t ടൈമിൽ കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിൽ എത്താനുണ്ടായ സമയത്തിന്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള അതിന്റെ സ്പീഡ് എത്രയാണ്? അല്ലെങ്കിൽ വെലോസിറ്റി. ഇത് സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. ഇതിന്റെ വെലോസിറ്റി പറയുന്നത് എന്താണ്? v എന്ന് പറയുന്നത് എന്താണ്? x/t. എന്താണ്? x/t ആണല്ലോ. പക്ഷെ ഇത് കറക്റ്റ് വെലോസിറ്റി ആണ്. അത് അവറേജ് വെലോസിറ്റി അല്ലേ? t ടൈം മൊത്തത്തിലുള്ള ഒരു അവറേജ് വെലോസിറ്റി ആണ് എന്ത്? x/t. അപ്പൊ അവിടെ ഒരു പ്രശ്നം വന്നു. നമുക്കിപ്പോ ഈ പോയിന്റിലുള്ള ഒരു വെലോസിറ്റി കണ്ടുപിടിക്കണം. ഈ പോയിന്റിലുള്ള ഒരു വെലോസിറ്റി കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വേണമെങ്കിൽ ഈ ടൈം t സംതിങ് എടുത്താൽ തന്നെ ഇവിടെ ഒരു അവറേജേ കിട്ടുള്ളൂ. ഈ പോയിന്റിൽ എടുക്കാനാണ് നമ്മൾ എന്ത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ വെലോസിറ്റി കറക്റ്റ് എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx/dt ആണ്. ഇതിന്റെ മീനിങ്, വാട്ട്സ് ദ മീനിങ് ഓഫ് dx/dt? അല്ലെങ്കിൽ വാട്ട്സ് ദ മീനിങ് ഓഫ് dy/dx? എന്താ dy/dxന്റെ മീനിങ്? dy/dxന്റെ മീനിങ് പറഞ്ഞാൽ എന്താ? dy/dx മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറഞ്ഞാൽ x എത്ര ചേഞ്ച് ചെയ്യുന്നോ, x ചേഞ്ച് ചെയ്യുന്ന എത്രയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y എത്ര ചേഞ്ച് ചെയ്യും. ഓക്കെ, ഈ y x ഒക്കെ എന്താ നോക്കുമല്ലോ നമ്മൾ. ഇപ്പൊ y എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? y it defines when y equal to some f of x. x ന്റെ ഒരു ഫംഗ്ഷൻ ആണ് y എന്നുള്ള രീതിക്കല്ലേ. അതായത് x മാറിക്കൊണ്ടിരിക്കുമ്പോ y മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ ഫംഗ്ഷന്റെ മെയിൻ ഉദ്ദേശം. x ന് ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ y കൊടുക്കും, y ന്റെ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ അങ്ങനെ x ന് കറസ്പോണ്ടിങ് ആയിട്ട് y ചേഞ്ച് പിടിക്കും. അപ്പൊ അതിന്റെ ഒരു റേറ്റ് ആണ്
എക്സ് ഇത്ര ചേഞ്ച് ചെയ്യുമ്പോൾ വൈ എത്ര ചേഞ്ച് ചെയ്യും. ഇതാണ് ഒരു ചേഞ്ചിന്റെ കറക്റ്റ് ഒരു വാല്യൂ കിട്ടാനാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത് എവിടെ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എവിടെയാ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഇങ്ങനെ കുറെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിച്ചത്, ഇപ്പൊ വെലോസിറ്റി ഒക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ, നമുക്ക് കറക്റ്റ് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പൊ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു കാലാവസ്ഥാ നിരീക്ഷണം ചെയ്തിട്ടില്ലാന്ന് വിചാരിക്കുക, ജസ്റ്റ് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് നാളെ മഴ ഉണ്ടോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രീവിയസ് ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു സാധനം കിട്ടും. നമ്മൾ ഈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താ എടുക്കുക? ഈ y എന്ന് പറയുന്നത് റെയിൻ ആയിക്കോട്ടെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമിഡിറ്റി. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുന്നതും കുറയുന്നതനുസരിച്ച് റെയിൻ വരാനുള്ള സാധ്യത കൂടും കുറയൊക്കെ ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ എക്സ് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെയിൻ ചേഞ്ച് ആവും. ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ അതിനനുസരിച്ച് റെയിൻ വേറെ മഴ വേറെ രീതിക്കാവും വരിക. അപ്പൊ ഹ്യൂമിഡിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ റെയിൻ എത്രത്തോളം ചേഞ്ച് ആവും നമുക്ക് അറിയാം, നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ പ്രീവിയസ് ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ്, അതായത് ഹ്യൂമിഡിറ്റിയിൽ വരുന്ന ചേഞ്ച് റെയിനിൽ നമുക്ക് വരാൻ പോകുന്ന മഴയിൽ എത്ര ചേഞ്ച് ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത ദിവസം, ഇപ്പൊ നമ്മളിപ്പോ ഇന്നിരിക്കുന്നത് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച എത്ര മഴ ഉണ്ടാവും നോക്കാനാണെങ്കിൽ ഞായറാഴ്ചത്തെ ഹ്യൂമിഡിറ്റി നമ്മൾ അനലൈസ് ചെയ്യും. ഞായറാഴ്ചത്തെ ഹ്യൂമിഡിറ്റി അനലൈസ് ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി കൂടുകയാണോ കുറവാണോ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുന്നു, ഇത്ര റേറ്റിൽ കൂടുമ്പോൾ മഴ എത്രത്തോളം ഇന്നുള്ളതിനേക്കാൾ കൂടുമോ, അത് ഇന്ന് മഴയില്ലാത്തൊരു ദിവസമാണ് നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ, ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് മഴ കൂടുവോ മഴ കുറയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലുള്ളൊരു ക്വാണ്ടിറ്റിയാണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് എന്താണ്? ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റൊരു ക്വാണ്ടിറ്റി എത്രത്തോളം ചേഞ്ച് ആവുന്നു, ഡി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്താണിത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്താണ് ഡെറിവേറ്റീവിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഡി വൈ ബൈ ഡി എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡി വൈ ബൈ ഡി എക്സ് അല്ല, ഡി സ്ക്വയർ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ വരുമല്ലോ. അങ്ങനെയുള്ള ടേംസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതിന്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് 2 or 3 വേരിയബിൾസ് ആണ്. അതിന്റെ ഫസ്റ്റ് ഒരു തുടക്കം ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഫംഗ്ഷൻസ് ഓഫ് 2 or 3 വേരിയബിൾസ്. അപ്പൊ ഫംഗ്ഷൻസ് നമുക്ക് അറിയാലോ. ഫംഗ്ഷൻ എന്താ? ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂലേക്ക് അസൈൻ ചെയ്യുന്ന ഒരു റൂൾ ആണല്ലോ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാണെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് എക്സിനെ വൈയിലേക്ക് അസൈൻ ചെയ്യാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അത് ഇവിടെ നമ്മൾ എക്സിനെയാണ് വൈയിലേക്ക് അസൈൻ ചെയ്യുന്നത്, അതായത് ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്ക്. ഓക്കെ, പക്ഷെ 2 or 3 വേരിയബിൾസ് വരുമ്പോൾ എന്താ? ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്ക് അല്ല ചെയ്യുന്നത്. നമുക്ക് 2 വേരിയബിൾ വരുന്ന കേസിലാണെങ്കിൽ എക്സ് വൈനെ എന്തിലേക്ക് മാപ്പ് ചെയ്യുന്നു? ഒരു സെഡിലേക്ക് മാപ്പ് ചെയ്ത് വിചാരിക്കാം. 3 ആണെങ്കിൽ എന്താ? എക്സ് വൈ സെഡിനെ വേറൊരു ക്വാണ്ടിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന പറയാം. അപ്പൊ അതാണ് ഫംഗ്ഷൻ ഓഫ് 2 or 3 വേരിയബിൾസ് ഉണ്ടാവുന്നത്. അപ്പോ നമുക്ക് ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് ജസ്റ്റ് പഠിക്കാനുള്ളത് നോക്കാം. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഫസ്റ്റ് വരുന്നത് R2 and R3. യൂണിറ്റ് 1 എന്ന് പറയുന്നത് R2 and R3 ആണ്. അപ്പൊ അതില് ഇൻട്രൊഡക്ഷൻസ്, ജസ്റ്റ് ഇതിന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്, പിന്നെ കാർട്ടീഷ്യൻ ഒരു R2 R3ന്റെയും കോർഡിനേറ്റ് സിസ്റ്റംസിനെ കുറിച്ചാണ്, പിന്നെ അതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതനുസരിച്ചാണ്, പിന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്ട്സ്, ഫംഗ്ഷൻസ് ഫ്രം R into R. ഇതിനെ പഠിക്കുന്നതായിരിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തിനാ? ഇതൊക്കെയായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എടുത്തല്ലോ, ഒരു സിംഗിൾ വേരിയബിൾ. ഇത് എവിടുന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷനാണ് ആലോചിച്ചേ? എക്സ് വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇത് എവിടുന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷനാണ് നമ്മൾ സാധാരണ എടുക്കാറ്? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചേ, 2 വേരിയബിൾസ് വരുന്ന കേസിൽ എവിടുന്ന് അങ്ങോട്ടായിരിക്കും? ഇത് ആർ 2 കോർഡിനേറ്റ് വരുമ്പോ എന്താ? R ക്രോസ് R to R അല്ലേ? ഓക്കെ, മറ്റേത് വരുമ്പോ എങ്ങനെയായിരിക്കും? R ക്രോസ് R ആയിരിക്കില്ല എന്ന് പറയുമ്പോ സം A is equal to f of x y z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് R2 എന്ന് വിളിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? R3. നമ്മുടെ ഈ സാധാ ക്രോസ് പ്രൊഡക്റ്റ് ഇല്ലേ, നമ്മൾ ആർന്ന് കേട്ടോ, IR വിചാരിക്കണ്ട. നമ്മൾ സാറിന് ആറിനെ മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് വരുന്നത്, ആറിന്റെ സ്ക്രിപ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്, IR എന്നുള്ള രീതിക്ക്. IR എന്നല്ല, ആറിന്റെ സൈഡിൽ ഒരു വര ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, IR എന്നല്ല അത് വായിക്കുക, ആറാണ് റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് എന്താ? ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ എന്തിനാണ് ഇപ്പൊ ഈ പറഞ്ഞ
R2 R3 ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഈ 1 വേരിയബിൾ വരുമ്പോഴാണ് നമുക്ക് dy/dx ഒക്കെ വരുന്നത്. ഓക്കെ അപ്പൊ ഇതുപോലെ ഇതിനകത്ത് ഡെറിവേറ്റീവ് പറയാമല്ലോ. ഇതിനകത്ത് ഡെറിവേറ്റീവ് പറയണമെങ്കിൽ ആദ്യം ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് അറിയണ്ടേ. ഈ ഫംഗ്ഷൻസിനെ കുറിച്ച് അറിയാൻ ഡൊമൈനെ കുറിച്ച് അറിയണ്ടേ. അപ്പൊ ഡൊമൈൻസിനെ കുറിച്ചും ആ ഫംഗ്ഷൻസിനെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് എന്ത് ഈ യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ഇക്വേഷൻസ് ദിസ് യൂണിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു 3D സ്പേസ് ആണ്. ഇതിനകത്ത് നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ ഒക്കെ റിയൽ ലൈനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ R2 ഒക്കെ നമ്മൾ പഠിച്ചതാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെ 3D സ്പേസിൽ ഡിനോട്ട് ചെയ്യും. പോയിന്റ് ഉണ്ട്, ലൈൻ ഉണ്ട്, പ്ലെയിൻ ഉണ്ട്. ഇതിന്റെ ഒക്കെ ഇക്വേഷൻസ്, പിന്നെ ഇതിന്റെ കുറെ പ്രോബ്ലംസ്, രണ്ടെണ്ണം ഇന്റർസെക്ട് ചെയ്ത് എന്ത് വരും, ആംഗിൾസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഫസ്റ്റ് യൂണിറ്റിന്റെ സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം വരുന്ന എന്താണ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം? ഫസ്റ്റ് ഓഫ് ഓൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം എന്താ നോക്കാം. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ the system that uses one or more numbers or coordinates to uniquely determine the position of the points. നമുക്കൊരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. 1 ഡയമെൻഷനോ 3 ഡയമെൻഷൻ നമുക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ഒക്കെ എന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഡയമെൻഷണൽ സിസ്റ്റത്തിനകത്ത് ഒരു പോയിന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിന് ആ പൊസിഷനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ദാറ്റ് യൂസസ് വൺ ഓർ മോർ നമ്പേഴ്സ് ഓർ കോർഡിനേറ്റ്സ് ടു യൂണിക്ലി ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ്സ്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്, കോർഡിനേറ്റ് സിസ്റ്റം. അതായത് പോയിന്റിനെ എടുത്തു കഴിഞ്ഞാൽ അത്ര കോർഡിനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയുണ്ട്, 0 ഡയമെൻഷൻ സിസ്റ്റം ഉണ്ട്, 1 ഡയമെൻഷൻ സിസ്റ്റം ഉണ്ട്, 2 ഡയമെൻഷൻ സിസ്റ്റം ഉണ്ട്, 3 ഡയമെൻഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. സോ ബേസിക്കലി എന്താണ് 0 ഡയമെൻഷൻ? വാട്ട്സ് എ ഡയമെൻഷൻ ഇൻ ഫാക്ട്? എന്താണ് ഡയമെൻഷൻ? ലിറ്ററലി ഏതൊക്കെ ഡയറക്ഷനിലോട്ട് നമുക്ക് മൂവ്മെന്റ് സാധ്യമാണ് അനുസരിച്ചാണ് ഡയമെൻഷനെ പറ്റി പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് മാത്രമുള്ള ഒരു സിസ്റ്റമാണ്. ഒരു പോയിന്റ് എ മാത്രമുള്ള ഒരു സിസ്റ്റം. ഇത് മാത്രമല്ല സിസ്റ്റത്തിൽ, ഇത് മാത്രമല്ല. അപ്പൊ ഇതിന് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും, ഇതിന് എങ്ങോട്ടും മൂവ് പറ്റില്ല. അത് പോയിന്റ് മാത്രമേ സിസ്റ്റത്തിലുള്ളൂ. അപ്പൊ ആ സിസ്റ്റത്തിൽ എങ്ങോട്ട് പോകാനാ? ആ സിസ്റ്റത്തിൽ അവൻ മാത്രമേ ഉള്ളൂ. അവൻ എങ്ങോട്ടും പോകാനും ഇല്ല, വേറെ സ്പേസും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതിന് മൂവ്മെന്റ് ഒന്നും സാധ്യമല്ല 0 ഡയമെൻഷനകത്ത്, അവിടെ മാത്രമേ ഉള്ളൂ. ഇനി 1 ഡയമെൻഷൻ വരുന്ന കേസ്, വാട്ട് ഈസ് 1 ഡയമെൻഷൻ? 1 ഡയമെൻഷൻ എന്താ നോക്കാം. 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം. വാട്ട് ഈസ് എ 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം? അപ്പോ 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് സിസ്റ്റം യൂസ് ടു ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് അലോങ് എ സിംഗിൾ സ്ട്രേറ്റ് ലൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 0 ഡയമെൻഷൻ പറഞ്ഞപ്പോ എന്താണ്, 0 ഡയമെൻഷൻ ഒരു പോയിന്റ് ആണ്, അതിന് മൂവ്മെന്റ് സാധ്യമല്ല. ഇനി 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എന്താ വരുന്നത്, 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മൂവ്മെന്റ് സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. മൂവ്മെന്റ് സാധ്യമാണല്ലോ. 1 ഡയമെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലൈനാണ്. 1 ഡയമെൻഷണൽ സിസ്റ്റം. അപ്പൊ അതിനകത്ത് പോയിന്റ്സ് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റണം. ഒരു പോയിന്റിനെ എവിടെയാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അല്ലേ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിനല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയാ നമ്മൾ സാധാരണ റിയൽ ലൈൻ ഉണ്ടല്ലോ R എന്ന് പറയുന്നത്, അത് തന്നെയാണ് നമ്മുടെ 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയാ വരുന്നത്, സെന്ററിൽ 0, റൈറ്റ് സൈഡിലോട്ട് 1 2 3 4 5 6 7 8 അങ്ങനെ ഇൻഫിനിറ്റി വരെ, അപ് ടു ഇൻഫിനിറ്റി. അതുപോലെ ഇവിടെ -1 -2 -3 അങ്ങനെ ഇവിടെ അപ് ടു -infinity. ഇതാണ് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റം അഥവാ 1 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു പോയിന്റ് എന്നാൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. 4 എന്ന് പറഞ്ഞതിന് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ എവിടെ പറ്റും, 4 ഇവിടെ, പിന്നെ 7 ഇവിടെ, അതുപോലെ നമുക്ക് 1.5 കണ്ടുപിടിക്കാം. 1.5 ഇവിടെ നമുക്കൊരു പോയിന്റിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു പോയിന്റ് എവിടെ വെച്ചാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മളോട് ചോദിക്കുകയാണ് 0യും 3യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എളുപ്പത്തിൽ. 0യും 3യും 3 ആണ്, 3 യൂണിറ്റ്സ് ആണ് അതിന്റെ ഡിസ്റ്റൻസ്. പിന്നെ അതുപോലെ തന്നെ -2ഉം 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, -2ഉം 1ഉം തമ്മിൽ എത്രയുണ്ട്, 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യുക, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനകത്തുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് എന്തായാലും ഒരു ലൈന് മാത്രമേ ഉള്ളൂ. വേറെ അധികം ജോമെട്രീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ലൈനേ ഉള്ളൂ.
ഫോർ എക്സാമ്പിൾ നമ്മൾ ആലോചിക്കുക എങ്ങനെയാണ് ഇതിനൊക്കെ ഒന്ന് റിയൽ ലൈഫ് എക്സാമ്പിളൂടെ പറഞ്ഞത്. സീറോ ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് പറയുമ്പോൾ അതിന് മൂവ് ചെയ്യാനൊന്നും പറ്റൂല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എങ്ങനെ പറയാ, ജസ്റ്റ് ചുമ്മാ നമ്മളൊരു ഉറുമ്പിനെ എവിടെയും ഒട്ടിച്ച് വെച്ചേക്കുക, അതിന് മൂവ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അത് സിമ്പിൾ ആയിട്ടൊരു സീറോ ഡയമെൻഷനിൽ ആയിട്ട് ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അങ്ങനെ കേൾക്കാനൊന്നും പാടില്ല അവിടെ, ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു തന്നാ. ഇനി വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂല് കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു നൂല് കിട്ടി, അതിന്റെ മുകളിൽ നമ്മൾ ഒരു ഉറുമ്പ് ഇതായിക്കോട്ടെ ഉറുമ്പ്. ഈ ഉറുമ്പിനെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉറുമ്പിന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? ലിറ്ററലി ഏതൊക്കെ ഡയറക്ഷനിലൂടെ പോകാൻ പറ്റും? മേ ബി ടു ദ റിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ആൻഡ് ഫ്രോ മോഷൻ മാത്രമല്ല ഇതിനുള്ളൂ. ഒന്നെങ്കിൽ നേരെ പോവാ, അല്ലെങ്കിൽ പിന്നിലോട്ട് പോവാം. രണ്ട് ഡയറക്ഷൻസ് അല്ലേ ആ ഉറുമ്പിന് പോസിബിൾ ഉള്ളൂ. അപ്പൊ വൺ ഡയമെൻഷൻ ആലോചിക്കാൻ വേണ്ടി ഒരു ഉറുമ്പ് നൂലിൽ കൂടെ പോകുന്ന ആലോചിച്ചാൽ മതി. എന്താണ് ഒരു സ്ട്രിങ് കൂടെ ഒരു ഉറുമ്പ് ഇങ്ങനെ നീങ്ങി പോകും. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? അതിന് മുമ്പോട്ട് പോവാം, പിന്നോട്ട് പോവാം. അത് ലെഫ്റ്റിലോട്ടോ എങ്ങോട്ടോ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോയി കഴിഞ്ഞാൽ താഴോട്ട് വിടില്ല, അത് ആ സിസ്റ്റത്തിന്റെ പുറത്തോട്ട് പോകും. അപ്പൊ അതാണ് വൺ ഡയമെൻഷൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പൊ ഈ കോർഡിനേറ്റ് സിസ്റ്റം ആലോചിക്കേണ്ടത് എന്താണ്? ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ എവിടെയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാം. വൺ ഡയമെൻഷനിലാണെങ്കിൽ അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഒന്നെങ്കിൽ നേരെ അല്ലെങ്കിൽ പിന്നിലോട്ട്. അത്രയേ ഉള്ളൂ വൺ ഡയമെൻഷൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പോസിറ്റീവ് നമ്പേഴ്സിന് ഇതൊക്കെ നിങ്ങൾക്ക് ലിറ്ററലി അറിയാവുന്നതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ സാധാരണ നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്ത് എല്ലാ കേസും ഉള്ള സാധനങ്ങളാണ്. ഓക്കെ, ഈ ടു ഡയമെൻഷണൽ എന്താണ് ടു ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം? ഇവിടെയാണ് ഇതും നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചാണ്, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ടു ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് ദ സിസ്റ്റം ദാറ്റ് യൂസസ് ടു നമ്പേഴ്സ് ടു റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് ഇൻ എ ഫ്ലാറ്റ് പ്ലെയിൻ. ഞാൻ വൺ ഡയമെൻഷനിൽ എന്താ പറഞ്ഞത്? ഒരു ഇതിലൂടെ ഒരു നൂലിൽ കൂടെ നടക്കുന്ന ഉറുമ്പ്. ഓക്കെ, അപ്പൊ ടു ഡയമെൻഷനിലോട്ട് അതിന് മാറ്റാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ആലോചിക്കാൻ ഒരു പേപ്പറാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പേപ്പറിലൂടെ നടക്കുന്ന ഉറുമ്പ്. ഓക്കെ, ഒരു ഉറുമ്പ് പേപ്പറിൽ കൂടെ നടക്കുകയാണെങ്കിൽ അതിനൊരു ടു ഡയമെൻഷണൽ സിസ്റ്റമായിട്ട് നമുക്ക് കണക്റ്റിലാക്കാൻ പറ്റും. ഓക്കെ, ടു ഡയമെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാ എന്ന് പറയുമ്പോൾ അതിന് എവിടെയൊക്കെ ഏത് കൂടെയൊക്കെ മൂവ് ചെയ്യാം. അതിനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലെയിനിൽ കൂടെ ഏത് ഡയറക്ഷനിലൂടെ മൂവ് ചെയ്തൂടെ? മുകളിലോട്ടോ താഴോട്ടോ പറ്റില്ല, മുകളിലോട്ടോ താഴോട്ടോ പോകാൻ പറ്റില്ല. ഇതിനകത്ത് ലെഫ്റ്റോ റൈറ്റോ നേരെയോ നോർത്ത് വെസ്റ്റോ സൗത്ത് ഈസ്റ്റോ അങ്ങനെ ഡയറക്ഷനിൽ ഏത് കൂടെ പോകാമല്ലോ, ഏത് ആംഗിളും ക്രിയേറ്റ് ചെയ്ത് അതിന് പോകാൻ പറ്റും. ബട്ട് ഓൺ എ ഫ്ലാറ്റ് പ്ലെയിൻ. അതാണ് ടു ഡയമെൻഷൻ എന്ന് പറയാം. അപ്പൊ വൺ ഡയമെൻഷൻ എന്താണ്? ഒരു നൂല്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ടു ഡയമെൻഷൻ വരുമ്പോ അതെന്തായി? പ്ലെയിൻ ആണ്. 2D എന്താണ്? വൺ ഡയമെൻഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ടു ഡയമെൻഷൻ ഈസ് എ പ്ലെയിൻ. ഒരു പ്ലെയിനകത്ത് ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലത്തെ ഒരു പോയിന്റ് നമുക്ക് തന്നാൽ അതെങ്ങനെ ഡിനോട്ട് ചെയ്യും എന്നുള്ളതിനാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. സിസ്റ്റം ദാറ്റ് യൂസസ് ടു നമ്പേഴ്സ് ടു റെപ്രസെന്റ് എ പൊസിഷൻ ഓഫ് എ പോയിന്റ് ഓൺ എ ഫ്ലാറ്റ് പ്ലെയിൻ. ഫസ്റ്റ് കേസിൽ വൺ ഡയമെൻഷനിൽ എന്താ? നമുക്ക് ഒരു പോയിന്റ് വരെ വൺ നമ്പർ ടു റെപ്രസെന്റ് ദ പോയിന്റ്. ഇതിനകത്ത് എന്താ? ടു നമ്പേഴ്സ് ടു റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? രണ്ട് ആക്സിസ് വെച്ചിട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, എക്സ് ആക്സും വൈ ആക്സും. നമ്മൾ മറ്റേ കേസിനകത്തുള്ള എക്സ് ആക്സ് മാത്രം ഒരൊറ്റ റിയൽ ലൈൻ പോരാ, പക്ഷെ ഇതിനകത്ത് അത് പോരാ. രണ്ട് ആക്സ് വേണം, എക്സ് ആക്സും വേണം വൈ ആക്സും വേണം. അപ്പൊ നമ്മളോട് പറയാണ് ഈ പോയിന്റ് ഒന്ന് ഡിനോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? ഇത് നമ്മൾ പൊസിഷനിൽ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യും? നമുക്കറിയാലോ ഇത് എങ്ങനെയാണ്. 4 0, അതായത് എക്സ് ഡയറക്ഷനിൽ 4 ഡിസ്റ്റൻസും വൈ ഡയറക്ഷനിൽ 0 ഡിസ്റ്റൻസും കവർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ഇതെടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എക്സ് ഡയറക്ഷനിൽ 6 പോയി, വൈയില് 8, 6 8 ആണ് ഈ പോയിന്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ ഒരു R എന്ന് പറയുന്ന ഒരു റിയൽ ലൈൻ, ഇതാണല്ലോ വൺ ഡയമെൻഷൻ. ഈ വൺ ഡയമെൻഷനിൽ ടു ഡയമെൻഷനിലോട്ട് കടക്കണമെങ്കിൽ ഇതേ ലൈനിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വിളിക്കുക. എന്തായി? ടു ഡയമെൻഷൻ ലൈൻ. അപ്പൊ ഒരു ചോദിക്കട്ടെ, 3 ഡയമെൻഷനിൽ എങ്ങനെയായിരിക്കും? ഈ രണ്ട് ലൈൻ ഉണ്ടല്ലോ, ഈ രണ്ട് ലൈനിനും പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഈ റിയൽ ലൈനും പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ആക്സ് കൺസ്ട്രക്ട് ചെയ്തത് 3 ഡയമെൻഷൻ ലൈൻ. വേറൊരു ആക്സ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട്. ഇപ്പൊ എങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോ അയ്യോ ഇത് ഇങ്ങനെ വളഞ്ഞ വര ഫസ്റ്റ് ഓർഡറിലൊക്കെ വരച്ചിരിക്കുന്നത്, ഇത് 3D ആണ് വരച്ചത്. നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഇതെന്ന് പറയുന്നത്, അപ്പൊ നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ടു ഡയമെൻഷനിലല്ലേ, അപ്പൊ അവിടെ വരയ്ക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 3D ആക്കെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, ഒരു രണ്ട് ഈർക്കിലി നിലത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക പെർപെൻഡിക്കുലർ ആയിട്ട്, അതിന് മുകളിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വേറെ ഈർക്കിലും വെക്കുക. അതാണ് നമ്മുടെ 3D സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കാണണമെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ മുക്കിലോട്ട് നോക്കുക, എവിടെ ഇരിക്കുന്നതിന് മുക്കിലോട്ട് നോക്കുക.
അതിന്റെ മുക്കിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫ്ലോർ ഉണ്ടാവുമല്ലോ. ഫ്ലോറിന്റെ 2 ആക്സിസുകൾ എക്സും വൈയും മുകളിലോട്ട് പോകുന്നത് സെഡ് ആക്സിസ്. ഓരോ ഡയമെൻഷൻ നിന്ന് ഓരോ ഡയമെൻഷനിലേക്ക് പോകുന്നത് എങ്ങനെയാ? പെർപെൻഡിക്കുലർ ആയിട്ട് പുതിയൊരു റിയൽ ലൈൻ വെച്ചിട്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് പുതിയൊരു ആക്സ് വെച്ചിട്ട്. ഇപ്പൊ 0 ഡയമെൻഷനിൽ പിന്നെ ആക്സിന്റെ ആവശ്യം ഒറ്റ പോയിന്റ് ഉള്ളൂ. 1 ഡയമെൻഷനിൽ വരുമ്പോൾ എന്താ? ഒരൊറ്റ 6. 2 ഡയമെൻഷനിലോ 1 6ഉം പിന്നെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കൂടി വെച്ചു. 3 ഡയമെൻഷനിലാകുമ്പോൾ എന്താ? 2 6 വെച്ചു, അതിനും പെർപെൻഡിക്കുലർ ആയിട്ട് പുതിയൊരു 6 കൂടി വെച്ചു. 3 ആക്സ് ആയി. ഫസ്റ്റ് ആക്സ് എക്സ് മാത്രം 1 ഡയമെൻഷനിൽ. 2ൽ എക്സ് ആക്സും ഉണ്ട്, വൈ ആക്സും ഉണ്ട്. 3 ഡയമെൻഷനിൽ എക്സ് ആക്സിസ്, വൈ ആക്സ്, സെഡ് ആക്സിസ്. അതിനെ പറ്റിയാണ് നമ്മൾ അടുത്തത് 3 ഡയമെൻഷണൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മൂന്നാമതൊരു ആക്സിസ് കൂടി വെക്കുമ്പോഴാണ് എന്ത്? 3 ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ഡയമെൻഷൻ വരുമ്പോ അതിനകത്ത് എന്തൊക്കെ ആക്സ് ഉണ്ടാവും? ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മള് ജസ്റ്റ് എന്തൊക്കെ ആക്സ് നമ്മൾ എക്സ് ആക്സ്, വൈ ആക്സ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനകത്ത് എന്താണ് 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് വി ഡിനോട്ട് എ പോയിന്റ് യൂസിങ് 3 കോർഡിനേറ്റ്സ്. 3 കോർഡിനേറ്റ്. അപ്പൊ അതായത് എക്സ്, വൈ, സെഡ്. 1 ഡയമെൻഷനിൽ നമ്മൾ എങ്ങനെ ഒരു പോയിന്റിന് എക്സ് ഒരു നമ്പർ ആയിട്ട് എഴുതാൻ മതി. 2 ഡയമെൻഷനിലോ ഒരു ഓർഡേർഡ് വെയർ ആയിട്ടാ. ഓക്കെ, 3 ഡയമെൻഷനിലോ ഒരു 3 നമ്പർ ഉള്ള ഒരു ഓർഡർ ട്രിപ്ലറ്റ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഓർഡർ ട്രിപ്ലറ്റ്? ഓക്കെ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷനിലെ മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാട്ടെവർ. ഓക്കെ, അപ്പൊ നമ്മള് ഈ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. നമുക്ക് നേരെ കാണുന്ന നമ്മൾ ജീവിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ വേൾഡിലാണ്. എന്താണ് 3 ഡയമെൻഷണൽ വേൾഡ്? നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷൻ, നമ്മുടെ ഭൂമിയും യൂണിവേഴ്സ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ. യൂണിവേഴ്സ് മൊത്തം എന്നുള്ള ഭൂമി 3 ഡയമെൻഷണൽ വേൾഡ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ കാണുന്നെല്ലാം. അപ്പൊ നമ്മളൊരു പെണ്ണ് നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് മാപ്പ് വെച്ച് കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും, ഇത് എവിടെയാ കിടക്കുന്നതെന്ന്. അപ്പൊ അതാണ് ഈ സിസ്റ്റത്തിന്റെ യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ നമ്മൾ വെക്കുന്ന ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നോ അതൊക്കെ കറക്റ്റ് ആക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3D കോർഡിനേറ്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്? നമ്മളിപ്പോ സാധാ 2Dയിൽ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്? 2Dയിൽ സെയിം പ്രൊസീജിയർ ആണ് 3Dയിലും. 2Dയിൽ നമ്മൾ 1 2 എങ്ങനെ കണ്ടുപിടിക്കും? 1 യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റി ആദ്യം എക്സിൽ കണ്ടുപിടിച്ചു 1, എന്നിട്ട് അവിടെ നിന്ന് 2 യൂണിറ്റ്സ് മുകളിലേക്ക് പോയി, അല്ലെ? 2 യൂണിറ്റ്സ് മുകളിലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്? 1 2. നമുക്ക് വരയ്ക്കാനും എളുപ്പമായിരുന്നു, മനസ്സിലാക്കാനും എളുപ്പമായിരുന്നു, ഒക്കെ എളുപ്പമായിരുന്നു 2Dയിൽ ഒരു പോയിന്റിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ 3Dയിൽ വരുമ്പോ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മള് സിമ്പിൾ ആയിട്ട് ഒരു 3 ഡയമെൻഷണൽ എന്ന് പറയുന്നതിന് മുമ്പ് 2 ഡയമെൻഷനിൽ ഒരു കാര്യം കേട്ടെ. നമ്മൾ 2 ഡയമെൻഷനിൽ 2 ആക്സിസ്, നമ്മുടെ സിസ്റ്റത്തിനെ 2 ആക്സിസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അറിയാലോ, ഫസ്റ്റ് പഠിച്ചില്ല. 4 ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ എങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഇതിനകത്ത് എന്താ? ഇതിനകത്ത് നമ്മൾ എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. ഇവിടെ എന്താ? എക്സ് ലെസ് ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എന്താ? എക്സ് വൈ ലെസ് ദാൻ 0. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ലെസ് ദാൻ 0. ഇത് അറിയാവുന്നതല്ലേ? എക്സ് ആക്സിസ് വെച്ച് ഇതിന്റെ റൈറ്റ് സൈഡ് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവും, മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവ് എന്നുള്ള പരിപാടിയാണ് ഇതിനകത്തുള്ളത്. ഇത് തന്നെ 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2Dയിൽ. അപ്പൊ 3Dയിൽ എന്താണ്? 3Dയിൽ ഇവിടെ എഴുതിയിട്ടല്ലേ there are 8 octants in 3D space. അതാണ് 8 octants. ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ 4 ക്വാഡ്രന്റ്സ്. ക്വാഡ്ര എന്ന് പറഞ്ഞാൽ 4 എന്ന അർത്ഥം. ഇതിനകത്ത് ഒക്ട എന്ന് പറയുമ്പോൾ എന്താ? 8 എന്നാണ് അർത്ഥം. കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ലേ ഒക്ടെയിൻ പരിപാടി? അത് ആ സാധനം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ there are 8 octants in 3D space. അപ്പൊ each octant responds to a unique sign combination of x, y, z. അപ്പോ 2Dയിൽ നമ്മൾ എക്സിന്റെയും വൈന്റെയും സൈന് നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് വരുന്നതെന്ന്. 3Dയിൽ ഇത് തന്നെ പരിപാടി, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് 8 octants ഉണ്ട്. 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ 1 2 3 4 5 6 7 8 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് സെഡിന്റെ പോസിറ്റീവ്, സെഡിന്റെ നെഗറ്റീവ്. മക്കളെ ഇതിന്റെ സൈന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് സൈന് ഓരോരുത്തരുടെ സൈനിൽ എങ്ങനെയാണ്? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 1 2 3 4 ക്വാഡ്രൻസിന്റെ അറിയാലോ. ക്വാഡ്രൻസ് 1 2 3
4. മക്കളെ ഉറപ്പിക്കുക, ഒക്ടൻസിലും ഈ എക്സിന്റെയും വൈന്റെയും സ്ഥാനങ്ങൾ സെയിം ആണ്. 1, 2, 3, 4. ഒക്ടൻസിന്റെ എക്സിന്റെ വൈന്റെ മാത്രം കേട്ടോ, എക്സ് ആൻഡ് വൈ സൈൻ. ക്വാഡ്രൻസിൽ ഏതാണോ അത് തന്നെയായിരിക്കും 1, 2, 3, 4 ഒക്ടൻസിലുള്ളത്. അത് തന്നെയായിരിക്കും 5, 6, 7, 8. അപ്പൊ ഇത്രയും ഒക്ടൻസുകളിൽ ഈ എക്സിന്റെ വൈന്റെ സൈൻ സെയിം, അതായത് ഒന്നിന്റെ തന്നെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, അതേ സൈനാണ് ഫസ്റ്റ് ഒക്ടൻ സ്പേസിലുള്ള ഒക്ടൻസ്. അത് തന്നെയാണ് 5-ലുള്ളത്. അപ്പൊ എന്താ വ്യത്യാസം നമ്മൾ ആലോചിക്കുമല്ലോ, എന്താണ് വ്യത്യാസം ഉള്ളത്? ഓക്കെ, വ്യത്യാസമുള്ളത് പറഞ്ഞാൽ സെഡ് ആണ് നമ്മുടെ വർഷക്കാരൻ. സെഡ് 1, 2, 3, 4 ഒക്ടന്റുകളിൽ സെഡ് ഗ്രേറ്റർ ദാൻ 0 ആണ്. 4, 5, 5, 6, 7, 8 എന്താണ് സെഡിന്റെ സ്ഥാനം. ഇത്ര ആലോചിച്ചാൽ മതി, ഇത്രേ ആവശ്യമുള്ളൂ സൈൻ കണ്ടുപിടിക്കാൻ. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത് യൂണീക് സൈൻ കോമ്പിനേഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ അതിന്റെ 3Dന്റെ ജസ്റ്റ് ഒരു ബേസിക്സ്. ഒരു പോയിന്റിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. നേരെ എന്ന് പറയുമ്പോൾ നമുക്ക് 4 to 5 ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് ആക്സിസ്, എക്സ് ആക്സിലൂടെ 4 യൂണിറ്റ്സ് 1, 2, 3, 4 യൂണിറ്റ്സ് മൂവ് ചെയ്യുന്നു. എന്നിട്ട് വൈ ആക്സിലൂടെ വൈ ഡയറക്ഷനിൽ 2 യൂണിറ്റ്സ് മൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 4, 2, 0 കിട്ടും. പിന്നെ നമ്മൾ ഒരു 5 യൂണിറ്റ്സ് മുകളിലോട്ട് സെറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് 4 to 5 ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ ഇതിനകത്ത് ലൊക്കേറ്റ് ചെയ്ത്. നമ്മൾ സാധാരണ ഇതിനകത്തൊരു റെക്ടാങ്കിൾ ചെയ്യില്ലേ, നമ്മൾ ഇവിടെ ഈ പോയിന്റ് ആണെങ്കിൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അതില്ല, അതിനുവേണ്ടി ഇവിടെ റെക്ടാങ്കിൾ വരെ ക്യൂബോയിഡ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയറക്ഷൻ കൊസൈൻസ്. എന്താണ് ഡയറക്ഷൻ കൊസൈൻസ്? നമ്മൾ 2 ഡയമെൻഷനിൽ ഒരു ലൈനിന്റെ സ്ലോപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഓക്കെ, 2 ഡയമെൻഷനിൽ ലൈനിന്റെ സ്ലോപ്പ് എന്താ? എം എന്ന് പറയുന്നത് എന്താണ്? y2 minus y1 by x2 minus x1, where x1 y1 x2 y2 എത്ര 2 പോയിന്റ്സ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് അറിയാലോ. എന്ന് പറയുമ്പോൾ ഈ ലൈനിന്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയിക്കാനുള്ള മാത്രമേ ഇതിന്റെ ഉദ്ദേശമുള്ളൂ. y2 minus y1 by x2 minus x1 എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിക്ക് ചെയ്യാലോ. m is equal to tan theta നിങ്ങളും പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ സ്ലോപ്പ് ഹൗ ഇറ്റ് ഈസ് സബ്റ്റൻഡ് ടു എക്സ് ആക്സിസ്, എക്സ് ആക്സുമായിട്ട് തീറ്റ ഡയറക്ഷനിലാണ് ഉണ്ടെങ്കിൽ, തീറ്റ ആംഗിൾ ആണ് ഉണ്ടാക്കുന്നെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ? y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ആണ് അതിന്റെ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് അറിയാലോ. വേർ തീറ്റ ഈസ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ടു ദ എക്സ് ആക്സിസ് ആൻഡ് പാസിംഗ് ടു ദ പോയിന്റ് എക്സ് നോട്ട് ആൻഡ് വൈ നോട്ട്. ഇത് നമുക്ക് 2Dയിൽ അറിയാവുന്ന കേസാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഒരു ലൈനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എൽ എന്ന് പറയുന്ന ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എന്താണ്? എൽ എന്ന് പറയുന്ന ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എടുക്കാം. എൽ എന്ന് പറയുന്ന ഒറിജിനിലൂടെ കാട്ടുന്നത് ഒറിജിൻ, ഇത് OX/OY/OZ ആണ് ആക്സിസ്. എൽ ഈസ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. നമ്മുടെ വന്ന പോലെ അതുപോലെ തന്നെ ഇറ്റ് മേക്സ് ദ ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്നുള്ളവയാണ് നമ്മൾ എന്ത് പറയാ? ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എൽ. 2 ഡയമെൻഷനിൽ എന്തായിരുന്നു? സ്ലോപ്പ് ഈസ് ടാൻ തീറ്റ. അവിടെ ഒരു എക്സ് ആക്സ് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ എക്സും വൈ സെഡും ഉണ്ട്. അപ്പൊ 3 കേസിലും നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലിന്റെ ഡയറക്ഷൻ കൊസൈൻസ്, എൽ എത്രത്തോളം ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ്. അതാണ് എന്ത്? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. എന്തൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഗാമ ഇസ് ആംഗിൾ സബ്സ്റ്റൻഡ് ടു എക്സ്. ആംഗിൾ എന്ന് പറയുമ്പോൾ ആൽഫ എന്ന് പറയുമ്പോൾ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ബീറ്റ വൈ ആക്സുമായിട്ട്, ഗാമ സെഡ് ആക്സ് ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഓക്കെ, ഇത് നമ്മൾ എൽ എന്ന് വിളിക്കും, ഇതിന് എം എന്ന് വിളിക്കും, ഇതിന് എൻ എന്ന് വിളിക്കും. എൽ എം എൻ എന്നുള്ളത് ആണ് നമ്മൾ ലിറ്ററലി നമ്മൾ ചെയ്യാറുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതിന് കുറച്ച് പരിപാടികളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ. ഡയറക്ഷൻ കൊസൈൻ, ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ലൈനും കോർഡിനേറ്റ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുള്ള ആംഗിൾ ആണ്. എന്താണ്? ഒരു ലൈനും നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ അല്ല, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എക്സ് ആക്സ്, വൈ എക്സ്, സെഡ് ആക്സ്. ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ആൽഫ ഉണ്ടാക്കുന്നു, പോസിറ്റീവ് വൈ ആക്സുമായിട്ട് ബീറ്റ, പോസിറ്റീവ് ആക്സിസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ആക്സുമായിട്ട് എങ്ങനെ ഉണ്ടാവില്ല?
പോസിറ്റീവ് ആക്സിസ്, മറ്റേ ആണെങ്കിൽ ഒരു 180 ഡിഗ്രിന്റെ 180 മൈനസ് ദാറ്റ് ആംഗിൾ ആയിട്ടാണ് വരിക. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഓക്കെ, ഇതാണ് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ്. എന്താണ് എക്സ് ആക്സിസ് ഡയറക്ഷൻ കൊസൈൻസ്? ഡയറക്ഷൻ കൊസൈൻസ് എന്താ? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഓക്കെ, ഇതിൽ ആൽഫ എന്താ? ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ഈ എക്സ് ആക്സിസുമായിട്ടുണ്ടായിരുന്ന ആംഗിൾ എത്രയാ? എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ എത്രയാ? 0. ഒരു ലൈനുമായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കുക? ഇതൊരു ലൈനാണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ ആംഗിൾ ഉണ്ടാവുള്ളൂ. ഇവിടെ ആണെങ്കിൽ 0 അല്ലേ? ഇനി ബീറ്റ നമ്മൾ y ആക്സുമായിട്ട് നാം പറഞ്ഞല്ലോ, എല്ലാ ആക്സുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ബീറ്റ എന്താ? 5/2. ഇനി ഗാമ എന്താ? ഗാമയും 5/2. എക്സ് ആക്സും y ആക്സും z ആക്സും മ്യൂച്വലി പെർപെൻഡിക്കുലറാ. ഇത്ര ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് നമ്മളിങ്ങനെ ഒരു ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ടാണ് എഴുതുക, ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? കോസ് ആൽഫ, കോസ് 0. വാട്ട്സ് കോസ് 0? ഇസ് 1. കോസ് π/2 നമ്മൾ റേഡിയനിലാട്ടോ എഴുതണ്ടല്ല എളുപ്പത്തിന് റേഡിയനിൽ എഴുതുക. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട്. അപ്പൊ കോസ് 90 എന്ന് പറയുന്നത് എത്ര? 0. പിന്നെ കോസ് 90 0. അപ്പൊ ഇതാണ് അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ്. ഇനി നമ്മൾ ഈ ഡയറക്ഷൻ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഡയറക്ഷൻ മാത്രം. അപ്പൊ ഇത് ഈ പോയിന്റ് കൂടെ കടന്നു പോകുന്നു, മറ്റേ പോയിന്റ് കൂടെ കടന്നു പോകുന്നു, പാരലൽ ടു എക്സ് ആക്സ് എന്ന് പറഞ്ഞാലൊക്കെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള അതിനോടൊക്കെ ഡയറക്ഷൻ കൊസൈൻസ് യൂസ് ചെയ്താൽ എഴുതിച്ചാൽ മതി. ആൽഫ ബീറ്റ ഗാമ ഇങ്ങനെ പറഞ്ഞാൽ, കാരണം ഇതിന്റെ ആംഗിൾ അത്ര തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 1 1 1 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. ഒന്നും പ്രശ്നമില്ല, ഇത് പ്രശ്നമില്ല. എക്സ് ആക്സിനോട് പാരലൽ ആയതുകൊണ്ട് ഡയറക്ഷൻ കൊസൈൻസ് ആർ 1 0 0 എന്ന് പറഞ്ഞു മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ കുറച്ചൊരു കാര്യമുണ്ട്. നമ്മള് ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒ എൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത അതേ ഇതാണ്. നമ്മളൊരു ഡയറക്ഷൻ കൊസൈൻസിന്റെ ഒരു പ്രോബ്ലം അതിലൊരു ഐഡന്റിറ്റി ഡിറൈവ് ചെയ്യാനാണ്. എക്സ് ആക്സിസ് y ആക്സിസ് z ആക്സിസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ എൽ എന്ന് പറയുന്ന ഒരു ലൈൻ എടുത്ത് നമുക്ക് ഇതിനെ പി എന്ന് വിളിക്കാവേ. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒ പി ആണ് ഇതിന്റെ ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്നത് വിചാരിക്കുക. അപ്പൊ ഇതിനകത്ത് ഒ പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ ആൽഫ ബീറ്റ ഗാമയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ എക്സ് ആക്സിസും ആൽഫയും ഒ പി എടുക്കുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് എക്സ് ആക്സിസ് ആൽഫ ഒ പി. ഇതാണ് എക്സ് ഡിസ്റ്റൻസ്. എക്സ് വൈ സെഡ് ആണ് നമ്മുടെ പോയിന്റെങ്കിൽ, ഇതാണ് എക്സ് ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കോസ് ആൽഫ എന്ന് കണ്ടുപിടിച്ചേ? കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് എന്താ? എക്സ് ബൈ ഒ പി. നമുക്ക് എന്ത് എക്സ് കിട്ടി? ഒ പി കോസ് ആൽഫ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ വൈന്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കിട്ടും, ഒ പി കോസ് ബീറ്റ എന്ന് കിട്ടും. കാരണം എല്ലാം ഒരൊറ്റ മെത്തേഡ് വഴി ചെയ്യുന്നതല്ലേ. z ഈക്വൽ ടു ഒ പി കോസ് ഗാമ എന്നും കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പോ ഈ ഒ പി കണ്ടുപിടിക്കാൻ വിചാരിക്കും. ഈ ഒ പി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താ? ഇതല്ലേ വൈ. ഈ വൈ ഡിസ്റ്റൻസ് അല്ലേ ഇവിടെ കിടക്കുക. അപ്പൊ ഈ ഡിസ്റ്റൻസ്, ഇതിന്റെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? പൈതഗോറസ് തിയറം വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. വീണ്ടും ഇവിടെ പൈതഗോറസ് എടുത്തു. ഇതാണ് 90 ഡിഗ്രി വരിക, ഇത് 90 ഡിഗ്രി ആയിരിക്കും. കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും സെഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ലാസ്റ്റ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, സെഡ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്? ഒ പി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒ പി സ്ക്വയർ എന്ന് കിട്ടുന്നത്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒ പി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇപ്പൊ എക്സും വൈയും സെഡും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ, സാധാ നമ്മുടെ കോഴ്സിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട്. അതൊക്കെ പാട് ചെയ്യുമ്പോൾ നമുക്ക് ഒ പി സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ, ഒ പി സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ, ഒ പി സ്ക്വയർ കോസ് സ്ക്വയർ ഗാമ എന്ന് പറഞ്ഞിട്ട് ഒ പിനെ പുറത്തെടുത്ത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പ്രൂഫ് അല്ല, ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. സോ ഇനി അടുത്തത് നമ്മൾ എൽ എം എൻ വെച്ച് ചെയ്യുകയാണ്. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് കോസ് ആൽഫ എൻ എന്ന് വിളിക്കുന്നു, കോസ് ബീറ്റ എം എൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഇത് ആൽഫ കോസ് ആൽഫയും കോസ് ബീറ്റയും നമുക്ക് തന്നിട്ടുണ്ടാവും. കോസ് ഗാമ കണ്ടുപിടിക്കുക ഈ ഇക്വേഷൻ വെച്ചിട്ട്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആൻഡ് ദ പോയിന്റ് 1 2 3. ഇനി നമുക്കൊരു പോയിന്റ് ഒറിജിനിലൂടെയും എ ബി സിയിലൂടെയും
മൂവ് ചെയ്യുന്ന ഒരു പോയിന്റിന്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ വിചാരിക്കുക. ലിറ്ററലി ഇതിന്റെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ a/√a² + b² + c² ആണ്. എം എന്ന് പറഞ്ഞാൽ b/√a² + b² + c² ആണ്. n എന്ന് പറഞ്ഞാൽ c/√a² + b² + c². ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ, അത് വെച്ച് ഈ കോസ് ആൽഫ കോസ് ബീറ്റ ചെയ്യുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പൊ ഇതാണ് ഒരു ഒറിജിനിൽ കൂടെ ഒരു പോയിന്റ് കൂടെ പോകുന്ന ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ ബൈ ടോട്ടലിന്റെ സ്ക്വയർ റൂട്ട് ഇപ്പൊ ഈ മാഗ്നിറ്റ്യൂഡൊക്കെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കില്ലേ, അതുപോലെ ചെയ്യുന്ന രീതി. അത് തന്നെയാണ് ഇതിന്റെ മീനിങ്ങും. ഓക്കെ, ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ a/, അതിന്റെ റൂട്ട് ഓഫ് ടോട്ടൽ സ്ക്വയർ. ഓക്കെ, ഇനി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ റേഷ്യോ? ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് A, B, C എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു N, M, N. എല്ലിനോടും എമ്മിനോടും എന്നിനോടും പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ടെങ്കിൽ, അതായത് A is equal to some KL, B is equal to some KM, C is equal to some KN. ഇന്ന് ഇങ്ങനെ പറയുന്ന രീതിക്കാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? A, B, C are ഡയറക്ഷൻ റേഷ്യോസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഒറിജിനിൽ കൂടെ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന പോയിന്റുകളാണെങ്കിൽ, ലൈൻ ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഈ 1, 2, 3 എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 വരാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത് ഇതിനകത്ത്. ഓക്കെ, അതേ ബൈ അതിന്റെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന രീതിക്കുള്ളതാണ് ചെയ്യുന്നത്. യൂണിറ്റ് വെക്ടർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ പ്ലസ് 1 പ്ലസ് 2 ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്റെ ABC ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ പിന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അതേ സാധനമാണ് ഇവിടെ. ഇതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ റിസൾട്ട് നമുക്ക് ഇതിനകത്ത് എന്ത് കിട്ടും? A/K is equal to L കിട്ടുന്നത് ഇതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് A/K equal to K ഇങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഇതിനകത്ത് നമുക്ക് B/K is equal to M എന്ന് കിട്ടും. അതുപോലെ തന്നെ C/K is equal to N എന്ന് കിട്ടും. പിന്നെ നമുക്ക് ഈ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് വന്ന് എന്ത് ചെയ്യണം? ആകെ ഒറ്റ റിസൾട്ടേ ഉള്ളൂ, L² + M² + N² = 1. എന്താണ് L² എന്താ? L² + M² + N² = 1. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A²/K² + B²/K² + C²/K² = 1 കിട്ടും. ഓക്കെ, ആണ്. K² = 1 കിട്ടും. ഈ K² കോമൺ ആയിട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് K² = A² + B² + C² കിട്ടും. നമുക്ക് എന്ത് കിട്ടും? K is equal to എന്താന്ന് കിട്ടി? √A² + B² + C². ഈ Kക്ക് Kനെ നമ്മൾ ഇവിടെ കൊണ്ടിട്ടു. ഇതിന് പകരം കൊടുത്തു കഴിഞ്ഞാൽ L, M, N എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പാർട്ടിൽ ഇപ്പൊ എത്ര പറഞ്ഞ ജസ്റ്റ് ഡയറക്ഷൻ കൊസൈൻസും 3Dയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആകെ ഇമ്പോർട്ടൻസ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ഡയറക്ഷൻ കൊസൈൻസ്, അതാണ് അങ്ങനെ കണ്ടുപിടിക്കുക. പിന്നെ അത് വെച്ച് തന്നെ എക്സ് ആക്സിന്റെ, അപ്പൊ Y ആക്സിന്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുക? ഇതിന്റെ ആംഗിള് ആൽഫ ബീറ്റ ഗാമ നമുക്ക് 90, 0 എന്ന് പറഞ്ഞാൽ കിട്ടുമല്ലോ, അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡയറക്ഷൻ കൊസൈൻസിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂസിനാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ റേഷ്യോ ആണ് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറയും. ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ എന്താ? A/√A² + B² + C², അതുപോലെ B/√A² + C². നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ എല്ലാവർക്കും താങ്ക് യു.